വെൽക്കം ടു ഹിന്ദി മിത്ര. ഇന്നത്തെ ക്ലാസ്സിൽ +2 ഹിന്ദി പാഠപുസ്തകത്തിലെ ഫസ്റ്റ് ചാപ്റ്ററായ മാതൃഭൂമി എന്ന കവിതയിലെ 3rd സ്റ്റാൻസ പരിചയപ്പെടാം. पाकर तुझसे सभी सुखों को हमने भोगा, तेरा प्रतिपकार कभी क्या हमसे होगा. तेरी ही यह दे तुझसे बनी हुई है, बस तेरे ही सुरसार से सनी हुई है. फिर अंत समय तू ही इसे अजल देख अपनाएगी. हे മാതൃഭൂമി यह अंत में तुझ में ही मिल जाएगी. ഇവിടെ കവി മൈഥിലി ശരൺ ഗുപ്ത് മാതൃഭൂമി നമുക്ക് നൽകിയ ഉപകാരത്തെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. കവി कहते हैं कि हे मातृभूमि तुझे पाकर हमने सभी सुखों को भोगा. इस मातृभूमि में जन्म लेकर हमें सभी सुखों को भोगने का अवसर मिला. കവി ഈ വരിയിൽ കൂടി വ്യക്തമാക്കുകയാണ്, നമുക്ക് എല്ലാ സുഖങ്ങളും നമ്മുടെ മാതൃഭൂമിയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഫിർ കവി പൂछते हैं कि तेरा प्रतिपकार कभी क्या हमसे होगा. മാതൃഭൂമി നമുക്ക് നൽകിയ ഉപകാരത്തിന് പ്രത്യുപകാരം നമുക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് കവി ചോദിക്കുകയാണ്. तेरे ही यह दे तुझसे बनी हुई है. कवि कहते हैं कि हमारा यह शरीर इस मिट्टी से, इस मातृभूमि से बनी हुई है. बस तेरे ही सुरसार से सनी हुई है. हमारा यह शरीर മാതൃഭൂമി കെ സുരസാർ സെ സനി ഹുയി ഹെ. സുരസാർ എന്ന് പറയുന്നത് പഞ്ചതത്വമാണ്. പഞ്ചതത്വങ്ങൾ പൃഥ്വി, മിട്ടി, ജൽ, പാനി, അഗ്നി, ആകാശ്. फिर अंत समय तू ही इसे आंचल देख अपनाएगी. कवि कहते हैं कि अंत में हमारे आंचल शरीर को मातृभूमि अपनाते हैं. हे मातृभूमि यह अंत में तुझ में ही मिल जाएगी. कवि कहते हैं कि हे मातृभूमि हम अंत में इस मिट्टी में, इस मातृभूमि भी मिल जाएगी. നമ്മൾ അവസാനം ഈ മണ്ണിൽ, നമ്മുടെ മാതൃഭൂമിയിൽ തന്നെ ലയിക്കും എന്നാണ് പറയുന്നത്. എക്സാമിന് വരാവുന്ന ക്വസ്റ്റ്യൻസ് നോക്കിക്കോളൂ. പ്രസ്തുത പങ്ക്തിയാം കിസ്കി രചന ഹെ. മൈഥിലി ശരൺ ഗുപ്ത്. എക്സാമിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. प्रस्तुत पंक्तियाँ किसकी रचना है. मैथिली शरण गुप्त. हमारा यह शरीर किससे बनी हुई है. മാതൃഭൂമി से बनी हुई है. ദേഹിൻ്റെ സമാനാർത്ഥക ശബ്ദം എക്സാമിന് ചോദിക്കാറുണ്ട്. ശരീർ. हमारा यह शरीर किससे सनी हुई है. മാതൃഭൂമി के सुरसार से എന്ന് എഴുതാം, पंचतत्व से എന്ന് എഴുതാം. अंत में हम कहाँ मिल जाएगी. इस मिट्टी में. पाकर तुझसे सभी सुखों को हमने भोगा, तेरा प्रत्युपकार कभी क्या हमसे होगा. മാതൃഭൂമി का उपकार क्या है. മാതൃഭൂമി നമുക്ക് നൽകുന്ന ഉപകാരങ്ങൾ എന്തൊക്കെയാണ്. മാതൃഭൂമി के धूल में हम लौट लौट कर बैठे हुए हैं, कुड़नों के बल पर सरक सरक कर चलते हैं, माम की गोद में खेलते और कूदते हैं. हमारा यह शरीर मातृभूमि से बनी हुई है, अंत में हम इस मिट्टी में मिल जाएगी. അടുത്ത ക്വസ്റ്റ്യൻ ആസ്വാദൻ ടിപ്പണിയാണ്. ഫസ്റ്റ് പാരഗ്രാഫിൽ കവിയെക്കുറിച്ച് 1-2 സെൻറ്റൻസ് എഴുതുക. രണ്ടാമത്തെ പാരഗ്രാഫിൽ കവിതയുടെ ആശയം എഴുതണം. മൂന്നാമത്തെ പാരഗ്രാഫിൽ എ കവിത बहुत सरल है, मनमोहक है. इन पंक्तियों में कवि मातृभूमि के उपकार के बारे में बता रहे हैं. നിങ്ങളുടെ ഹിന്ദി പാഠപുസ്തകത്തിലെ മറ്റുള്ള ചാപ്റ്റേഴ്സ് എല്ലാം ടീച്ചറെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നോക്കി മനസ്സിലാക്കുക. കണ്ടിന്യൂസ് ആയി ക്ലാസ് എല്ലാവരും കാണണം. സംശയങ്ങൾ നിങ്ങൾക്ക് കമൻസായി പറയാം. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ